ഹലോ, നമസ്കാരം കൂട്ടുകാരന്മാരെ. ഗുഡ് മോർണിംഗ് എവരിബഡി. ഞാൻ വേറെ ഒരു കാര്യമില്ല, ഇത്രയും ദിവസം എന്താണ് ഇവിടെ ക്യാമറയുടെ മുമ്പിൽ വരാത്തതെന്നൊക്കെ എനിക്കൊരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഡിവൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു എൻ്റെ ആദ്യത്തെ ചാനലിൻ്റെ പേര്. ഞാൻ ഉദ്ദേശിച്ചതും ദൈവവചനവും പിന്നെ പ്ലസ് എൻ്റെ കൂടെ കളിച്ചും തിരിച്ചും വളർന്ന എൻ്റെ കൊച്ചിലെ എൻ്റെ പയ്യന്മാരൊക്കെ ആയിട്ട് നല്ല രീതിയിലൊന്ന് അവരുമായിട്ടൊന്ന് ഇൻ്റർവ്യൂ നടത്താമെന്നും അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം ബുദ്ധിമുട്ടും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ആരും അതിനോട് വലിയൊരു താല്പര്യമൊന്നും കാണിച്ചില്ല. പക്ഷേ എനിക്ക് തന്നെ എന്ത് പറയുക, ഒരു വിഷമം പോലെ. അത് എന്താണ് ആ വിഷമം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ ഒരു കൂട്ടുകാരന്മാരെ നമ്മൾ ചങ്ങിനെയൊക്കെ നമ്മൾ വിളിക്കുമ്പം ചങ്കാണ് ഉദ്ദേശിച്ചത്, ചരക്കല്ല നമ്മൾ ഉദ്ദേശിച്ചത്. അങ്ങനെ വിളിക്കുമ്പോഴത്തേക്ക് അവർക്കൊരു താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനോട് യാതൊരുവിധ ഇതും കാണിച്ചിട്ട് കാര്യമില്ല. അപ്പം ഞാൻ ചാനലിൻ്റെ പേരും മാറ്റി ചെറിയൊരു തിരുത്തൽ അവിടെ കൊണ്ടുവരാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വൺ മാൻ വൺ ജേണി എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഇങ്ങനെ യാത്ര ചെയ്യുക, പിന്നെ യാത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ വെച്ച് ഞാനൊന്ന് ചെറിയൊരു രീതിയിലൊരു മാറ്റം വരുത്താനാണ് ഞാനിപ്പോൾ പോകുന്നത്. ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കും എന്നും ദൈവനാമത്തിൽ നിങ്ങളെല്ലാവരും ഇതൊക്കെ കാണുമെന്നും ലൈക്ക് ചെയ്യുമെന്നൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും കൂടെ ഇതിൽ കൂടെ ഞാൻ വിശ്വസിക്കുന്നു. വേറെ കാരണം വിഷമമുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് പറയാൻ. കാരണം ഒരുപാട് പേരുടെ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ വരുമോ, ഇന്നയാണ് കാര്യം, ഇന്നയാണ് കേസ്, അയ്യോ എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ചാടിയങ്ങ് പോകും. പക്ഷെ അത് കേൾക്കുമ്പോഴേ നമുക്കൊരു വിഷമം പോലെയാണ് തോന്നുന്നത്, അല്ലേ? അത് നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ നിങ്ങൾ വിളിക്കുമ്പോഴത്തേക്ക് എന്തിനേയും അയ്യോ എനിക്കിന്ന് പറ്റത്തില്ല, ഞാൻ തിരക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവൻ വിട്ട് മാറും. അങ്ങനെ പെട്ടെന്നൊരു സാഹചര്യം വന്നപ്പോൾ എനിക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, അത് ചെറുതായിട്ട് നിർത്തി പോകേണ്ടി വന്നു. ഒരു 3-4 മാസം എങ്കിലും ആവുമെന്ന് തോന്നുന്നു. അത് 2-3 മാസമൊക്കെ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് പിന്നീട് ഞാൻ ഇതറിയാം. പിന്നെ ബൈബിൾ വചനത്തിൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ, ബൈബിൾ വചനം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വലുതായിട്ട് പള്ളിയിലൊന്നും പോകാത്ത ഒരാളാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് ഞാൻ പള്ളിയിൽ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പള്ളിയിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് അറിഞ്ഞൂടെ ഒരു പാസ്റ്ററിനെ വിളിച്ച് സ്പോട്ടിനെ പറഞ്ഞ ഒരു കേസാണ്, നീ എന്തൊരു മണ്ടത്തരമാണോ, എന്തൊരു വെട്ടിത്തരമാണോ ഇതൊക്കെ പറയണമെന്ന്. അപ്പം നമുക്കത് കേട്ടപ്പോൾ നമ്മുടെ നെഞ്ച് വിഷമമായി, നമുക്ക് ഉള്ളിൽ വിഷമമായി. കാരണം നമ്മളുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് നമ്മൾ ചിലപ്പം നമ്മളിൽ മനസ്സിലാവുന്ന രീതിയിൽ ബൈബിൾ വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അത് ശരിയല്ല, ചീത്തയാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് കേട്ടപ്പോൾ എനിക്ക് നല്ലതായിട്ട് വിഷമമായിപ്പോയി. ഞാൻ പെട്ടെന്ന് സാറുമായിട്ട് ചെറിയ രീതിയിൽ വാക്കേറ്റം ഉണ്ടാവേണ്ടി വന്നു. അതുകൊണ്ട് അതൊന്നും വേണ്ട, ബൈബിൾ വചനങ്ങളൊന്നും വേണ്ട, ബൈബിൾ വചനങ്ങളും വേണ്ട, നമ്മൾ ഇൻ്റർവ്യൂ ഒന്നും വേണ്ടെന്ന് വിചാരിക്കും. അപ്പം ഞാൻ പുതിയൊരു തീരുമാനത്തിലെന്ന് വെച്ചാൽ ട്രാവൽ ചെയ്യുക, യാത്ര ചെയ്യുന്നതിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ട്രാവൽ ചെയ്ത് അതിൻ്റെ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിൽ പ്രതീക്ഷിക്കുക എന്നാണ് ഞാൻ എല്ലാവരും കാണുമെന്ന് ഞാൻ നല്ല രീതിയിൽ ഞാൻ ഇതോടൊപ്പം വിചാരിക്കുന്നത്. ദയവ് ചെയ്ത് ആരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വൺ മാൻ വൺ ജേണി എന്നാണ് എൻ്റെ ചാനലിൻ്റെ പുതിയ പേര്. ചാനൽ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഡിവൈൻ ഇൻ്റർവ്യൂ വിത്ത് ഫ്രണ്ട്സൊക്കെ അതൊക്കെ ഞാൻ മാറ്റി, അത് ഗോഡ്സ് വേർഡ്സ് എന്നൊക്കെ മാറ്റി. ദൈവവചനങ്ങളൊന്നും നമ്മൾ മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഇല്ല, ഒന്നുമില്ല. മാത്രമല്ല പള്ളിയിൽ പോകുന്നുണ്ട്, ബാക്കി പറയണ്ടല്ലോ. അതുകൊണ്ട് ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹാവ് എ നൈസ് ഡേ. താങ്ക്സ്.